നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ധനഹ തിരുനാളിന് ബുധനാഴ്ച കൊടികയറുമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 7, 8, 9 തീയതികളിൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയോടൊപ്പം പ്രസുതേന്തി വാഴ്ചയും കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണവും നടക്കും. ജനുവരി 10 ശനിയാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്ബയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിനകത്ത് വെച്ചിട്ടുള്ള രൂപക്കൂടുകളിലേക്ക് ഇറക്കി സ്ഥാപിച്ച് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന അമ്പുകൾ വെഞ്ചിരിക്കും. വൈകിട്ട് 5:30 നൊവേന, ആഘോഷമായ ദിവ്യബലി, നേർച്ച വെഞ്ചിരിപ്പ്, പള്ളിച്ചുറ്റി പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടക്കും. രാത്രി 8 നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ, വിവിധ മത സാമുദായിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. തിരുനാൾ ദിനമായ ജനുവരി 11 ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിവസം രാവിലെ 5:30 7:30 ഉച്ച കഴിഞ്ഞ് 2:30 കത്തീഡ്രലിലും രാവിലെ 6:30 8 മണിക്കും കിഴക്കേ പള്ളിയിലും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7 ദേവാലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് സമാപന പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആശീർവാദം, വർണ്ണമഴ എന്നിവ നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ അങ്കണത്തിൽ ജനുവരി 8 വ്യാഴാഴ്ച വൈകിട്ട് 7:30 പഞ്ചാരിമേളം അരങ്ങേറും. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് 7 ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം റൂറൽ ജില്ലാ അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് TS സിനോജ് നിർവഹിക്കും. തുടർന്ന് ഫ്യൂഷൻ മ്യൂസിക് ഷോ അരങ്ങേറും. ജനുവരി 18 ഞായറാഴ്ചയാണ് തിരുനാൾ 8ാം ഇടം. വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി, പള്ളിച്ചുറ്റി പ്രദക്ഷിണം, തുടർന്ന് തിരുനാൾ കൊടിയിറക്കം, വർണ്ണമഴ, ഫ്യൂഷൻ നൈറ്റ് എന്നിവ നടക്കും. കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന നിർധന രോഗികൾക്ക് മരുന്നു നൽകൽ, ഭവനരഹിതർക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ, കിഡ്നി രോഗികൾക്കുള്ള ഫ്രീ ഡയാലിസിസ് തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തികൾ തുടർന്നു വരുന്നതായി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ പറഞ്ഞു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, ഫാദർ ആന്റണി നമ്പളം, ട്രസ്റ്റിമാരായ PT ജോർജ്, സാബു ജോർജ്, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തലിപ്പാടൻ, ജോയിന്റ് കൺവീനർമാരായ ഷാജു KK, സൈമൺ കുറ്റിക്കാടൻ, തോമസ് K ജോസ്, പബ്ലിസിറ്റി കൺവീനർ ജോമി ചേറ്റുപുഴക്കാരൻ, ജോയിന്റ് കൺവീനർ ഷാബു പാറയിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇരിങ്ങാലക്കുട ഉപജില്ലയുടെ ഒരു വലിയ ദേശീയോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ധനഹ തിരുനാൾ, ഒപ്പം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വ ദിനവും കൂടി സംയുക്തമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. 10, 11, 12 തീയതികളിൽ തിരുനാളിൻ്റെ മുഹൂർത്തങ്ങളാണ്, ഏറ്റവും ആഘോഷമുള്ള ദിവസങ്ങളാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ, അല്ല 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ദേശീയോത്സവമാണ്. ഈ ഉത്സവത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരുനാളിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് നാളെയാണ്, 7-ാം തീയതി രാവിലെ 6:45 കൊടിയേറ്റം നടത്തും. ആഘോഷമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഭംഗിയായിട്ട് പതിവ് പോലെ അതിനേക്കാൾ കൂടുതൽ ആഘോഷമായിട്ട് ഈ വർഷവും നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ചില മാനുഷിക സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിഡ്നി പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫ്രീ ഡയാലിസിസ് നമ്മൾ ഈ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ട്.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ചില സംഘടിത വിഭാഗങ്ങൾ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SNDP യോഗം മുകുന്ദപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പൂതകുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആൾത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം SNDP യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗം കൗൺസിലർ PK പ്രസന്നൻ, SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ, SNDP വൈദിക യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് ശാന്തി എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് യോഗം ഡയറക്ടർ CK യുതി, യൂണിയൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതുപറമ്പിൽ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സജിത അനിൽകുമാർ, നമിത, യൂണിയൻ കൗൺസിലർമാരായ അനീഷ് പൂവത്തുംകടവിൽ, MB ബിജോയ്, സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. സ്ഥാപിതമായ SNDP യോഗം 3 പതിറ്റാണ്ടായി അത് കൊണ്ടു നടക്കുന്ന ബഹുമാനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ ഗർജിക്കുന്ന സിംഹമായി കൊണ്ട് തന്നെ അതിവിപുലമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ചോദിച്ചു വാങ്ങുമ്പോൾ അത് എന്താ മനസ്സിലാവാത്ത രീതിയിൽ ആദ്യം ഇവിടുത്തെ മുസ്ലിം ലീഗ് പെരുമാറുകയുണ്ടായി. നമുക്കറിയാം 4000-ലധികം സ്കൂളുകളും കോളേജുകളുമുള്ള മുസ്ലിം സമുദായം, അതിലും അധികം കോളേജുകളും സ്കൂളുകളുമുള്ള ക്രിസ്ത്യൻ സമുദായം. ഇവിടെ കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ള ഈഴവ സമുദായത്തിന് 300-400 സ്കൂളുകൾ മാത്രമേയുള്ളൂ. ഈ കാര്യങ്ങൾ മലപ്പുറത്ത് നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അത് വർഗീയവാദമായി. നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം വർഗീയതയും തീവ്രവാദവും കൊണ്ടു നടക്കുന്നത് ഏത് സമുദായമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടിയും ഷാജിയും തങ്ങളും അടക്കമുള്ള നേതാക്കന്മാർ കാട്ടൂർ കലാസദനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കാട്ടൂർ രാമചന്ദ്രൻ രചിച്ച ഗുരുവായൂർ കേശവനും വഴിമാറിയ വിശ്വാസിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. T ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവി ഡോക്ടർ C രാവുണ്ണി, കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, റഷീദ് കാറളം, രാധാകൃഷ്ണൻ വെട്ടത്ത്, ലിഷോയ് പൊഞ്ഞനം എന്നിവർ പ്രസംഗിച്ചു. PS മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതവും രാധാകൃഷ്ണൻ കിഴുത്താനി നന്ദിയും പറഞ്ഞു. മനുഷ്യരൊന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സഹൃദയ സംഗമങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ കലാസദനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. രാമേന്ദ്രേട്ടൻ കലാസദനം രൂപീകരിച്ചതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കലാസദനത്തിലൂടെ മാത്രമല്ല, നന്നേ ചെറുപ്പം മുതൽ അദ്ദേഹം കഥയും കവിതയും കലാരൂപങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സഹൃദയത്വം എന്ന് പറഞ്ഞാൽ സമാന ഹൃദയത്വം എന്നാണ്. മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകാനുള്ള സംവേദനക്ഷമതയുള്ളവർക്കേ കഥയും കവിതയും എഴുതാനും കലാകാരനാവാനും കലാകാരിയാവാനും ഒക്കെ പറ്റുള്ളൂ. മനസ്സ് നന്നാകട്ടെ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ, അതുപോലെ നല്ല മനസ്സുള്ളവർക്കും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ആ വിശാല മാനവികതയിലേക്ക് വളരാൻ സാധിക്കുന്നവർക്കും മാത്രമാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കിയാലല്ലേ അവരെക്കുറിച്ച് എഴുതാൻ പറ്റൂ. ലോകാവബോധമുണ്ടാകണം, ജീവിതാവബോധമുണ്ടാകണം, എന്നാലേ എഴുതാൻ പറ്റൂ. അപ്പം അങ്ങനെ ജലത്തിലെ മീനെന്ന പോലെ ഈ കാട്ടൂരിലെ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തന അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നടന്ന കാട്ടൂർ രാമചന്ദ്രേട്ടൻ 2017 കവിത ആദ്യമായിട്ട് എഴുതിയതെന്ന്. കല്ലും മുള്ളും ക്രൂരനായ കാഞ്ഞിരക്കുറ്റിയും
കൂർത്ത മുനയുള്ള കുപ്പിച്ചില്ലും അദ്ദേഹത്തിൻ്റെ തഴമ്പിച്ച കാലിനടിയിൽ ദയനീയമായി ഞെരിഞ്ഞമർന്നു. നഗ്നപാതരുടെ ക്ഷീണമകറ്റാൻ അദ്ദേഹം രചിച്ച ആ സമത്വ സിദ്ധാന്തമാണ്, ലോകോത്തര കവിതയാണ് ഇന്നും വിയർക്കുന്ന മനുഷ്യർ അവരുടെ മാനിഫെസ്റ്റോയായി പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം നടത്തിയത് തിരിഞ്ഞു നോക്കാത്ത ജൈത്രയാത്രയായിരുന്നു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ വലിയ പാലം സ്വദേശി പാടത്ത് പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള അച്ചുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജി MKയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 17-ന് കരുവന്നൂർ സ്വദേശി കോഞ്ചാത്ത് വീട്ടിൽ സോഹിന്റെ സഹോദരനുമായി പ്രതികൾ വാക്കുതർക്കമുണ്ടായതിന്റെ വൈരാഗ്യത്തിൽ പുരയാട്ടുപറമ്പിൽ ക്ഷേത്രത്തിനു സമീപം വച്ച് സോഹിനെ ആക്രമിക്കുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ പുറത്താട് പടിഞ്ഞാട്ടുമുറി പുരയാട്ടുപറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള ഗോകുൽ കൃഷ്ണനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീപക്ഷ രചനകൾ കൂടുതലായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ശുഭസൂചനയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. അനുശ്രീ കൃഷ്ണനുണ്ണി എഴുതിയ കവിതാ സമാഹാരം പാതിവഴി, ശങ്കർ രാമകൃഷ്ണൻ എഴുതിയ നോവൽ ഉമ ഒരു മനുഷ്യ സ്ത്രീ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കവിയും കഥാകൃത്തുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതാപ് സിംഗ്, തൈക്കൂട്ടത്തിൽ രാമകൃഷ്ണൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. നഗരസഭ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ PR സ്റ്റാൻലി, JB എഡ്യൂഫ്ലൈ ഡയറക്ടർ ബിജു വർഗീസ്, കവികളായ VV ശ്രീല, PN സുനിൽ, അരുൺ ഗാന്ധിഗ്രാം എന്നിവർ പങ്കെടുത്തു. രണ്ടുപേരും സ്ത്രീപക്ഷ എഴുത്താണ് നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീ സ്വാഭാവികമായിട്ടും സ്ത്രീ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളായിരിക്കും ആവിഷ്കരിച്ചിട്ടുണ്ടാവുക. സ്ത്രീകളുടെ ജീവിതം യഥാർത്ഥത്തിൽ എഴുതി വയ്ക്കാൻ അടരുകളായിട്ട് ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് സങ്കടങ്ങളും നിവൃത്തികേടുകളും സന്തോഷങ്ങളും എല്ലാം ചേരുന്ന വളരെ സങ്കീർണമായ ജീവിതമാണ് ഓരോ സ്ത്രീക്കും ഉള്ളത് എന്നുള്ളതാണ് സ്ത്രീകൾക്കിടയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശങ്കർ രാമകൃഷ്ണൻ സ്ത്രീകളെ കുറിച്ച് ഒരു പുരുഷൻ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണ് എന്ന് എൻ്റെ ഗുരുനാഥ സാവിത്രി ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. അത് ഏറ്റവും സ്നേഹാദരപൂർവ്വം ഞാൻ ആ കുട്ടിയോട് നന്ദി രേഖപ്പെടുത്താണ്. നമ്മുടെ സമൂഹത്തിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ അവരേത് തലത്തിലുള്ള ആളുകളായിക്കോട്ടെ, സാമ്പത്തികമായി മുന്നിലുള്ളവരായാലും പിന്നിലുള്ളവരായാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളും വലിയ രീതിയിലുള്ള ചില വിമിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വ്യവസ്ഥയുടെ പ്രത്യേകത. അതില്ലാത്ത ഒരു ജീവിതം സ്ത്രീകൾക്ക് നൽകാൻ പാകത്തിൽ നമ്മുടെ സമൂഹം പക്വതപ്പെട്ടിട്ടില്ല. കുട്ടംകുളം നവീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച മുതൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കിഴക്കേ നടയിൽ ഗണപതി കോവിലിന്റെ പരിസരത്തു നിന്നും കൊട്ടിലാക്കൽ പറമ്പിന്റെ മുൻപിലൂടെ പഴയ മണിമാളിക കെട്ടിടം നിലനിന്നിരുന്ന കുട്ടംകുളം ജംഗ്ഷൻ വരെയുള്ള റോഡ് അടച്ചിടും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ഗണപതി കോവിലിലേക്കും മഹാത്മാഗാന്ധി ലൈബ്രറി പരിസരത്തേക്കും ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകില്ല. കുട്ടംകുളം ജംഗ്ഷനിൽ നിന്നും പേഷ്കാർ റോഡിലേക്കും ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കും ഗതാഗതം നിലവിലെ പോലെ തുടരും. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കും നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കും വരുന്ന സ്വകാര്യ വാഹനങ്ങൾ പാട്ടമാളി റോഡിലൂടെ തിരിഞ്ഞ് മഹാത്മാഗാന്ധി ലൈബ്രറി ജംഗ്ഷൻ വഴി പോകേണ്ടതാണ്. KSRTC ബസ്സുകൾ കാട്ടൂർ റോഡ് വഴി സർവീസ് നടത്തും. ഭാരവാഹനങ്ങൾ കാട്ടൂർ റോഡ് വഴി സർവീസ് നടത്തണം. നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. തുമ്പൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ കാവടി അഭിഷേക മഹോത്സവത്തിന് കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനുവരി 12-നാണ് കാവടി അഭിഷേക മഹോത്സവം.
സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ ഭാര്യയും ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയുമായ ഇരിങ്ങാലക്കുട ശാന്തി നഗർ ശ്രീരാഗം വീട്ടിൽ തങ്കമണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ശ്രീകല, ശ്രീലത, പ്രദീപ് സിംഗ് എന്നിവർ മക്കളും പരേതനായ കൃഷ്ണനുണ്ണി, അഡ്വക്കേറ്റ് മോഹൻലാൽ, ജ്യോതി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.